ഇത് സ്വാഭാവികമായിട്ട് ഒരു വിഭാഗം ആളുകളിൽ നിന്ന് മാത്രം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ വിഭാഗത്തെ ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇതുള്ളൂ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ കോവിഡ് പ്രോട്ടോകോൾ വെച്ചിട്ട് തന്നെയാണോ ആയിഷ ഈ മാസ്ക് ധരിച്ചിരിക്കുന്നത്? അതോ? തീർച്ചയായിട്ടും. കാരണം ഞാനിനി ഒരു തീവ്രവാദിയായിട്ട് ചിത്രീകരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും തോന്നു കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇത് കോവിഡ് പ്രോട്ടോകോൾസിനെ ബാധിച്ച് തന്നെയാണ്. കാരണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പേടി എന്തായാലും ഇല്ല, 100%. കാരണം എന്തും ഫേസ് ചെയ്യാൻ നമ്മൾ ഓക്കെയാണ്. ഞങ്ങൾ എന്തായാലും ഇത് മുന്നോട്ട് തന്നെയാണ് വയ്ക്കുന്നത്. ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾക്ക് കിട്ടണം, അതിനുവേണ്ടി നമ്മൾ പൊരുതുകയും ചെയ്യും, ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. അതാണ് വിഘടനവാദം. അതാണ് വിഘടനവാദം. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിട്ടു. മാം, ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. ഈ പറയുന്ന ഡ്രാഫ്റ്റുകളൊക്കെ പിന്തിരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ ഇതേ സ്ഥലത്ത് ഇതേ സ്ഥലത്ത് വന്നിരുന്ന് ഞാൻ പറയും ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഞാൻ മാമിനെ അറിയിക്കുന്നതായിരിക്കും. ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഏത് പരിപാടി കൊണ്ടുവരുമ്പോഴും എതിർക്കുന്നവരുടെ യഥാർത്ഥ കളിയാണ് ഇപ്പൊ പുറത്തേക്ക് വന്നത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഞങ്ങളുടെ മണ്ണ് എന്ന് പറയുമ്പോ ഞങ്ങളുടെ മണ്ണ് പിന്നെ നിങ്ങളുടെ മണ്ണാണോ? ഞങ്ങളുടെ മണ്ണ് തന്നെയാണ്. ഞങ്ങൾ ജനിച്ചു വളർന്ന ഞങ്ങളുടെ മണ്ണ് തന്നെയാണ്. എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളെ വീട്ടില് രമാ മാഡത്തിന്റെ വീട്ടില് വന്നിരുന്നിട്ട് ഞാൻ പറയട്ടെ ഇറങ്ങിപ്പോ ഇത് എന്റെ വീടാണെന്ന്. ഇപ്പൊ നരേന്ദ്രമോദിയുടെ നയം തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റർ പിന്തുടരുക. കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ്. എന്തിനാണ് അവന് ജയ് വിളിക്കുന്നത്? അവൻ എന്നെക്കാൾ വെറും 4ാം കട റോഡിയായിരുന്നു എന്ന് വെച്ചാൽ തറ. അവിടെ നടത്തുന്നത് ഇപ്പൊ ഞങ്ങളുടെ മണ്ണ് എന്ന് ആയിഷ സുൽത്താന പറയുമ്പോ അല്ല, എനിക്ക് അതിനകത്തൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ആയിഷ സുൽത്താന പറയുന്നു ഇത് ഞങ്ങളുടെ മണ്ണാണെന്ന്. അതെ, കേരളത്തിനെ കുറിച്ച് ഞാൻ പറയും ഞങ്ങളുടെ മണ്ണാണെന്ന്. ഞങ്ങളുടെ മണ്ണെന്ന് പറയുമ്പോൾ അവർ പറയും അവരുടെ മതമാണെന്ന്. എന്ന് മാത്രം ഇവർ മതം കുത്തിക്കേറ്റാണ്, മനഃപൂർവ്വം ഞങ്ങളുടെ ഇടയിലേക്ക് മതം കുത്തിക്കേറ്റാണ്. നമ്മൾ ഈ നാണം കേട്ടല്ലേ. ഒരു യാതൊരു തരം ഇത് കേൾക്കുന്ന നിങ്ങളിലാണ് പ്രശ്നം, പറയുന്ന ഇവരിലല്ല. അത് കേൾക്കുന്ന നിങ്ങളിലാണ് പ്രശ്നം, പറയുന്ന ഇവരിലല്ല. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. കേരളത്തിൽ തന്നെ വിഘടനവാദം സിമ്പിളായിട്ട് പറയാം മാം, ഇത്തരം ചിന്താഗതിയുള്ള മാമിനെ പോലെയുള്ള ആളുകളെയാണ് ആദ്യം മാറ്റി നിർത്തേണ്ടത് സമൂഹത്തിൽ നിന്ന്. ഇത് വളരെ ക്ലിയർ ആണ്. എങ്കിൽ ഈ രാജ്യം രക്ഷപ്പെടും, 100% ഉറപ്പാണ്. അടിവരയിട്ട് ഞാൻ പറയുന്നു. രമയൊക്കെ വളർന്ന ഒരു കാലഘട്ടമില്ലേ? രമ, താങ്കൾ വളർന്ന ഒരു കാലഘട്ടമില്ലേ? ഞാൻ വളർന്ന ഒരു കാലഘട്ടമില്ലേ? അവിടെ നിന്ന് ഈ കാലഘട്ടത്തെ നിങ്ങൾ എവിടെ കൊണ്ട് ചെന്ന് എത്തിച്ചു? രമ, മുത്തശ്ശോട് ചൂടാവണ്ട, കൊതുകിനും ഇല്ലേ ക്രിമികടി. രമ, ഒരു കാര്യത്തിൽ മറുപടി പറയൂ. നിങ്ങൾ ജീവിച്ചൊരു കാലഘട്ടമില്ലേ, ഞങ്ങൾ ജീവിച്ചൊരു കാലഘട്ടമില്ലേ? അവിടെ നിന്ന് എവിടെ എത്തിച്ചിരിക്കുന്നു നിങ്ങൾ ഈ കാലഘട്ടത്തെ എന്നൊരു ആത്മവിമർശനപരമായ പരിശോധന ദയവായി നടത്തണം. നോക്കൂ, നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ. ഇവിടെ ഇരിക്കുന്ന ഒരു പൊതുപ്രവർത്തകയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള ഒരു ഫിലിം ഡയറക്ടറായിട്ടുള്ള ഒരാൾ പറയുന്നു ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഞങ്ങളുടെ സ്ഥലം എന്നുള്ള ഒരു ജൈവികമായ ആവാസ വ്യവസ്ഥയുടെ സ്ഥലമായിട്ടല്ല കാണുന്നത്, പകരം നിങ്ങളതിനെ മതപരമായിട്ടാണ് കാണുന്നത്. ഇത് എന്തൊരു ദുഷ്കരമായ ലോകത്തിലേക്കാണ് നിങ്ങൾ നമ്മളെ വലിച്ചെടുക്കുന്നത്. ഞങ്ങൾ പാകിസ്ഥാനികളാണെന്ന് പറയുന്നു. ഇന്ത്യ വിഭജിച്ച സമയം തൊട്ട് ഞങ്ങൾ പാകിസ്ഥാനികളാണോ അതോ ഇന്ത്യക്കാരാണോ? മാം ഒന്ന് പറയൂ പ്ലീസ്. ഞങ്ങൾ പാകിസ്ഥാനികളാണോ ഇന്ത്യക്കാരാണോ? ഒരു നിലവാരത്തെയാണ് കാണിക്കുന്നത്. ഒരല്പം മട്ടുണ്ടല്ലേ ഭാരതത്തിന്റെ. ഞങ്ങൾ ഭാരതീയരാണ്. ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് പോരാടിയ ആളുകളാണ്. ഞങ്ങളുടെ തലമുറകൾ, ലക്ഷദ്വീപിലുള്ള ഞങ്ങളുടെ തലമുറകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകളാണ്.
ജനാധിപത്യ ഞങ്ങളെ പറ്റി രീതിയിൽ ചരിത്രം എന്താണ് അറിയണത് മാം? ഭാരത ഗവൺമെന്റ് മാമിന് അത് ഞങ്ങളെ പറ്റി നടപ്പാക്കാൻ എന്ത് ബാധ്യസ്ഥരാണ്. ചരിത്രമാണ് അറിയണത്? ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് അറിയോ മാമിന്? ഇത്ര ഇരുന്ന് പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകളാണ് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾ. ഞങ്ങളെ പറ്റി അന്വേഷിക്കൂ, ആദ്യം അത് മനസ്സിലാക്കൂ. എടാ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. എന്നിട്ട് പറയും ഞങ്ങൾ പാകിസ്ഥാനികളാണെന്ന്. എന്ത് വിവരദോഷമാണ് നിങ്ങൾ ഈ പറയുന്നത്? ആര് പറഞ്ഞു? സഹിച്ചിരിക്കുന്നതിന് കുറെ ലിമിറ്റ് ഉണ്ട് മാം. നിങ്ങൾ പെട്ട ആളുകൾ തന്നെ പറയുന്നു നിങ്ങൾ ഞങ്ങൾ പാകിസ്ഥാനികളാണ്, ഭാരതീയരാണെന്ന് ഞങ്ങൾ ഞാൻ തീവ്രവാദികളാണ്, ഇത്രയും ഞങ്ങൾ നേരം ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്. യെസ്, ഞങ്ങൾ നമ്മൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ. ഭാരതീയരാണ്. നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ നിങ്ങൾ പറ്റി? വേറെയല്ല. എന്റെ മണ്ണെന്ന് പറയുന്ന അഭിമാനം, പക്ഷേ അത് എനിക്ക് വേണമെന്ന് പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. എന്റെ മണ്ണ് നിങ്ങളുടെ പിന്നെ മണ്ണെന്ന് നിങ്ങളുടെ വീട്ടിൽ പറയുന്നത് കൊണ്ടുവന്നിടണോ? വികാരത്തെ ഞാൻ നമസ്കരിക്കും. ഇവരോടൊക്കെ സംസാരിക്കുന്നതിലും ഭേദം ഇങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്ക് ഞാൻ വരാതിരിക്കുന്നതാണ്. ബിക്കോസ് ഒന്നുമില്ലെങ്കിൽ വിവരമുള്ള ഒരാളെ കൊണ്ടുവന്ന് വെക്കൂ. ഇതായിരിക്കും ഏറ്റവും ബെറ്റർ ഐഡിയ. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ലക്ഷദ്വീപ് എന്താണെന്നോ മണ്ണ് എന്താണെന്നോ ഞങ്ങളുടെ മണ്ണെന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കണമെന്നോ സാമാന്യ വിവരമുള്ള ഒരാളെ എന്നുമായിട്ട് സംസാരിക്കാനിരുത്തു. സോറി മാം, എനിക്കിത് പറയേണ്ടി വന്നതാണ് മാമിന്റെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട്. കാരണം എനിക്കറിയാം, ഞാൻ ഒരിക്കലും ഒരു മുതിർന്ന ആളെ ബഹുമാനിക്കാണ്ട് പറയുന്ന ആളല്ല. പക്ഷേ മാം, ഇത്രയും സമയം സഹിച്ചിരിക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട് മാം. ഞങ്ങൾ ഇന്നും പൊരുതുന്ന എന്റെ കരിയർ പോലും വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പൊരുതുന്നത് ഞങ്ങളുടെ ഈ മണ്ണിന് വേണ്ടി തന്നെയാണ് മാം. ഞങ്ങളുടെ മണ്ണ് വിട്ട് എന്ത് തരാനാണ് നിങ്ങൾക്ക്? ഭവതിയാണ്, ഞാനല്ല. പിന്നെയും പറയുന്നു നിങ്ങളെ മണ്ണ് ഞങ്ങളുടെ മണ്ണ് എന്ത് പറയുന്നു? ഇത് എന്താണിത്? ആര് പറഞ്ഞു? ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞത് മാം അല്ലേ? ഇതെല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ് മാം. ഞങ്ങളുടെ മണ്ണെന്ന് പറയുന്നതിനെ ഞാൻ അംഗീകരിച്ചു. പക്ഷെ അത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ വാക്കിനെ മാത്രമാണ് ഞാൻ. ഞങ്ങൾക്കല്ലാണ്ട് പിന്നെ മാമിനാണോ തരേണ്ടത്? എന്റെ ചോദ്യം അതാണ്, മാമിനാണോ ഞങ്ങൾ വിട്ടു തരേണ്ടത്? ചെറിയ വിഘടനവാദം വരുന്നുണ്ട്. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക.